ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ കേട്ടോ രാവിലത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ മേടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഒക്കെ അങ്ങനെ വെച്ചേക്കാണ്. എന്താ വെച്ചിങ്ങനെ നേന്ത്രപ്പഴം വാങ്ങിയിട്ടുണ്ട്. 3 നേന്ത്രപ്പഴം എന്ത് വണ്ണാച്ചിട്ടാ. അപ്പം 3 നേന്ത്രപ്പഴം വാങ്ങിയിട്ടുണ്ട്. അത് പൈസ പറഞ്ഞു ഈ അണ്ടിപ്പരിപ്പും നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു പഞ്ചസാരൊക്കെ ഇട്ടിട്ടൊരു ബോൾ പോലെ ആക്കിയിട്ടൊരു സ്നാക്സ് ഉണ്ട്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 ദിവസമായി അത് പറയുന്നുണ്ടാക്കി അയ്യോന്ന്. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടാട്ടാ. കോഴിമുട്ട വാങ്ങിയിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, തക്കാളി, പിന്നെ ചെറുള്ളി ഇല്ല, ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. പുട്ടുപൊടി. അപ്പോൾ ഒന്ന് പുട്ടാട്ടം ഉണ്ടാക്കുന്നത്. പുട്ടും മുട്ടക്കറി. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാട്ടാ. അപ്പോൾ അപ്പോൾ എന്താ പറയുകയെന്ന് അറിയുന്നില്ല. എന്താ വെച്ചാൽ എന്തപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുക, എന്ത് വിശേഷം പറയുക. അങ്ങനെയുള്ളൊരു തപ്പലാണേ. അതാണ് കുറച്ചൊക്കെ ഒരു വിക്കലും തപ്പലും ഒക്കെ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വിക്കലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പിന്നെ പറഞ്ഞത് തന്നെ ചിലപ്പോൾ വെള്ളി വീണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇനിയിപ്പോൾ വീഡിയോ തുടർന്ന് അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇടുക വെച്ചിങ്ങനെ ഒക്കെ ശരിയായി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് ഇതാക്കുക. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഈ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് വീഡിയോയിലത്തെ വിശേഷങ്ങൾ തന്നെ നിങ്ങളടുത്ത് കാണാണ്ടല്ലോ എന്താ ചെയ്യണതൊക്കെ. അപ്പോൾ എൻ്റെ കഥകളും എൻ്റെ പെണ്ണ് കാണൽ, എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, എൻ്റെ വിശേഷങ്ങൾ, കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്നുണ്ട്. അപ്പോൾ പറഞ്ഞു നോക്കിയാലോ എന്താന്ന്. അപ്പോൾ അതുമെന്ന് അങ്ങോട്ട് കയറാമല്ലേ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത് 17 വയസ്സിലാട്ടോ. 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഞാൻ +1 പഠിക്കുമ്പോഴാണ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് കേട്ടോ. എനിക്ക് പെണ്ണ് കാണാൻ വന്ന കാര്യം ഞാൻ പറയാ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. 31ാമത്തെ ആളാണ് ഇക്ക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടൊരു കുന്നത്തായിരുന്നു കേട്ടോ. കുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുന്നത്ത് തന്നെയായിരുന്നു. എൻ്റെ ഉമ്മയുടെ തറവാട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഉപ്പാടെ വീട്ടിൽ നിന്നൊക്കെ പോകുന്നു ഞങ്ങൾ. അപ്പോൾ എന്താ വാടകയൊന്നും കൊടുക്കണ്ട, തറവാട്ടിലല്ലേ. അപ്പോൾ അവിടെ ഒരു കുറേ കൊല്ലം ഞങ്ങൾ താമസിച്ചു. എൻ്റെ ഉണ്ണിന്ന് അറിയാലോ, എൻ്റെ അനിയൻ. അപ്പോൾ അവന് ചെറുതുള്ളപ്പോൾ പോയതാട്ടോ. ചെറുത് പറഞ്ഞാൽ ഒരു 2-3 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുന്നത്തല്ലേ. അപ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോൾ ആൾക്കാർക്കൊക്കെ ഈ കുന്ന് കാരണം ആർക്കും അങ്ങോട്ട് പറ്റണില്ല. കുന്നാണ്, പിന്നെ അങ്ങനെയാണ് ഓരോ ഒഴിവുകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ പെണ്ണാണ്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി പെണ്ണ് കാണാൻ വരില്ല കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഞാനും അനിയത്തി ഒപ്പം നിൽക്കല്ലേ. അപ്പോൾ മൂത്ത ആളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാമെന്നാണ് ഉപ്പാടെ ഒരു ഇത്. അപ്പോൾ ഇങ്ങനെ പെണ്ണാണങ്ങനെ വരും. അപ്പോൾ എന്താ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ അണിഞ്ഞൊരുങ്ങി പോയി നിൽക്കാനൊക്കെ ഭ്രാന്ത് വരും. ഒരു ദിവസം 2-3 ആൾക്കാരൊക്കെ വരിക. വൈകുന്നേരം മഗ്‌രിബിൻ്റെ നേരത്തൊക്കെയാണ് ഓരോരുത്തർ പെണ്ണ് കാണാൻ വരില്ല. അപ്പോൾ ആർക്കായാലും സ്വാഭാവികം ഏത് പെൺകുട്ടികൾക്കായാലും ദേഷ്യം വരും ഇല്ലേ. എനിക്ക് ദിവസമൊന്നും മാറാൻ വയ്യാണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നിൽക്കൂട്ടാ. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവട്ടെ. പിന്നെ ഇപ്പാട് പറഞ്ഞു എനിക്ക് വയ്യപ്പം നിൽക്കാൻ, എനിക്ക് പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെ കഥകൾ പറയേണ്ടത് വെച്ചെങ്കിൽ ഞാൻ നിർത്തും. അപ്പോൾ ഇപ്പം ഇങ്ങനെ എന്തായാലും ഞാൻ ഇടുകയാണ് വീഡിയോയിൽ. അപ്പോൾ എന്താ വീട്ടിലത്തെ വിശേഷങ്ങളിൽ കൂടെ എൻ്റെ കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെ 30 പേര് വന്നു. ലാസ്റ്റ് വന്നത് ഇക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല. അത് എവിടെ വെച്ചിട്ടാണ് കണ്ടിച്ചെങ്കിൽ ഉമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ്, തറവാട്ടിൽ വെച്ചിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇക്കയും വേറൊരാളും കൂടിയിട്ടാണ് വന്നത് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇക്കാനെ കാണാൻ അത്ര വലിയ ഇമ്മയില്ല. മേശയും താടിയും ഇല്ല, ക്ലീൻ ഷേവൊക്കെ ആയിട്ട് വന്നിക്കുക. ഇക്കാച്ചെങ്കിൽ ഇഷ്ടമല്ല അങ്ങനത്തെ പറയുന്നത് കേട്ടോ. അപ്പോൾ കൂടെ ഉള്ളത് മേശയും താടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതാവോ ചെക്കൻ വെച്ചിട്ട് അതിനിങ്ങനെ നോക്കുക. അപ്പോൾ ഉണ്ട് ഇക്ക നീച്ചിരുന്നപ്പോൾ ഇതാണോ വിചാരിച്ചിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ ഇഷ്ടമായി, എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വയ്യ പെണ്ണാണ്, ഇതന്നെ മതി, എന്തായാലും വേണ്ടില്ല, മീശും താടിയൊക്കെ ഇപ്പോൾ എപ്പോഴായാലും വരുമല്ലോ. അപ്പം അങ്ങനെ അതുമ്പോൾ തന്നെ ഉറച്ച് നിന്നു. അപ്പോൾ അങ്ങനെ 31ാമത്തെ ആളാണ് ഈ ഇക്ക വന്ന് കല്യാണം കഴിഞ്ഞാൽ 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിച്ച് 2 മാസം നിക്കാഹ് കഴിച്ചിട്ട് എന്താ പിന്നെ ഏപ്രിൽ 22-ാം തീയതി ആയിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇന്നേക്ക് 11 കൊല്ലമായി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇപ്പോൾ ഇത് അടുത്ത് കഴിഞ്ഞു. അന്നൊന്നും വീഡിയോ ഒക്കെ നിർത്തി വെച്ചേക്കിരുന്നു. അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഇട വെച്ചെങ്കിൽ അന്ന് എല്ലാ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇക്കയ്ക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു തന്നു കേട്ടോ.
ഡ്രസ്സ് മേടിച്ച് തന്നത് ഒരു ചുരിദാറാണ്. എന്നോട് തലേദിവസം ചോദിച്ചു എന്ത് ഡ്രസ്സ് ഏത് കളറാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുന്തിരി കളർ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ട് മിണ്ടാണ്ട് പോയി ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുന്നു. ഒരു ദിവസം ഇൻഷാല്ലാ ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടെ, ഞാൻ കാണിച്ചിട്ടില്ല, അലമാറയിൽ എടുത്ത് വെച്ചേക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഡ്രസ്സൊക്കെ മേടിച്ച് തന്നത്. അങ്ങനെ 3 പിള്ളേരായി. അപ്പോൾ അങ്ങനെ കഥകൾ കുറച്ച് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ, അതാണ്. അപ്പോൾ എന്താ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഉപ്പാക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തുക്ക. പിന്നെ വീക്കാട് ഉപ്പ എന്താ സപ്ലൈകോയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റേഷൻ കാർഡ് ചോദിച്ച് വന്നിക്കാട്ടാ. റേഷൻ കാർഡ് കാണാനേ ഇല്ല. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ റേഷൻ കാർഡിലേക്ക് പോയിട്ട് റേഷൻ കാർഡ് എവിടെ വെച്ചെന്ന് ഒരു പിടിയില്ലാണ്ട് ഒക്കെ വലിച്ച് വാരിയിട്ടു. എന്നിട്ട് ലാസ്റ്റ് കിട്ടി. എടുത്തന്നത് ഫൈസിമോനാട്ടാ. എടുത്ത് തന്നു, ഉപ്പാക്ക് കൊടുത്തു. അരി കിട്ടുത്തരേ. അപ്പോൾ അരി മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റേഷൻ കാർഡ് ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ക്ലാസ് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരികയാണ്. ഇത് ഫൈസിയുടെ ഉണ്ണിമോളിലൊക്കെ ഉണ്ട്, ഒരുപാട് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഒക്കെ ഇതിൻ്റെ ഉള്ളിലെ കുത്തിരികെ വെച്ചേക്കുക. ഞാനൊക്കെ ഫയലിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാച്ചെങ്കിൽ നേരെ എടുക്കലും പിന്നെ എന്തെങ്കിലും കാട്ടി കൂട്ടിക്കോട്ടെ വിചാരിച്ചു. ഇവർക്ക് എപ്പോഴും ഓരോന്നൊക്കെ എടുത്തിട്ട് നിന്ന് നോക്കണം, പിന്നെ അത് തോന്നിയ പോലെ വെക്കില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞോളിന്ന് മദ്രസയിൽ പോകുന്നുണ്ട്, കുറച്ച് ദിവസമായി പോയിട്ട്. അപ്പോൾ ഇന്നോട്ട് പറഞ്ഞു വെച്ചു കേട്ടോ. അങ്ങനെ അവർ മദ്രസയിൽ പോയി. പിന്നെന്താ മീൻകാരൻ വന്നു, മീൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ പൂച്ചോളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണൊക്കെ. അപ്പോൾ പൂച്ചോൾക്ക് ഇവിടുത്തെ സുഡുവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അവന് വറുത്തതും വെച്ചതൊക്കെ പറ്റുള്ളൂ, പച്ചയ്ക്കൊന്നും ഇട്ട് കൊടുത്തത് തിന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുക. അപ്പോൾ വിജയേട്ടനാണ് ഇവിടുത്തെ മീൻകാരൻ സ്ഥിരമായിട്ട് വരുന്ന ആൾ. അപ്പോൾ ആൾ ചിരിക്കട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ മീൻകാരൻ വന്നു, മീനൊക്കെ മേടിച്ചു. ഇന്ന് ചെറിയ ചാള കിട്ടി, ചാള വാങ്ങി. അപ്പോൾ തിരുമ്പാളതൊക്കെ ഒന്ന് വെള്ളം വന്ന ദിവസമാണ്. അപ്പോൾ വേഗം കൂടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കിട്ടാം. ചാവടി കഴിഞ്ഞു. അപ്പോൾ തിരുമ്പുക. അപ്പോൾ പിന്നാലെ ഉണ്ണിമോള് നടക്കുന്നുണ്ട്. ഉണ്ണിമോള് നടക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. ഇന്നലെ വൈകുന്നേരം ഞാൻ ബീട്രൂട്ടൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നന്നാക്കി വെച്ചേന്ന് ഒരു ബീട്രൂട്ട് മാറ്റി വെച്ച് അങ്ങനെ ലിഫ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊലി ചെത്തിയിട്ട് എൻ്റെ പിന്നാലെ നടക്കുക. എൻ്റെ പിന്നാലെ എൻ്റെ 2 പെൺകുട്ടികളും പിന്നാലെ ഉണ്ടാവും. നൗഫലിൻ്റെ ഉമ്മ പറഞ്ഞാൽ എന്തി പെൺകുട്ടികളാണ് നല്ലത്, പെൺകുട്ടികൾ തള്ളാരെ പിന്നാലെ എപ്പോഴും ഉണ്ടാവും എന്നിങ്ങനെ ഒരു ദിവസം വീഡിയോയിൽ എൻ്റെ ഉമ്മ പറയുന്നത് കേട്ടു. അപ്പോൾ ശരി തന്നെ കേട്ടോ, പെൺകുട്ടികൾ തന്നെ പിന്നാലെ നടക്കുകയുള്ളൂ, കാലിൻ്റെ ചോട്ടിൽ നിന്ന് പോവില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തരുവിട്ട് ഉണ്ണിമോള് ചുണ്ട് പിടിച്ച് വലിക്കുക, ഉമ്മ തേരുകയൊക്കെ ചെയ്യും. അങ്ങനെ പൈസയൊന്നും അങ്ങനെ പിന്നാലെ നടക്കില്ല കേട്ടോ. അവൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് വരുള്ളൂ, അല്ലാണ്ട് വന്നിട്ട് പിന്നാലെ നടക്കുക ഒന്നും ചെയ്യില്ല. അവന് വിശക്കുണ്ടെങ്കിൽ വരും, ഉമ്മച്ചിയെ ഉപ്പച്ചിയോട് അത് പറഞ്ഞിട്ട് മേടിച്ച് തരും, ഉമ്മച്ചി അത് വേണം ഉമ്മച്ചി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവൻ പിന്നാലെ നടക്കുക, അല്ലാണ്ട് ഒന്നും അവൻ വരില്ല കേട്ടോ. അല്ലെങ്കിൽ ആൺകുട്ടികൾ അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മാത്രമേ വരുള്ളൂ. പെൺകുട്ടികൾ അങ്ങനെയല്ല, എപ്പോഴും കൂടെ ഇങ്ങനെ നടക്കും. അങ്ങനെയാണ് എൻ്റെ 2 പെൺകുട്ടികൾ എപ്പോഴും പിന്നാലെ നടക്കൂട്ടോ, അല്ലെങ്കിൽ കുഞ്ഞോള് അല്ലെങ്കിൽ ഉണ്ണിമോള്. അങ്ങനെ തിരുമ്പലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഫൈസിയുടെ മദ്രസയിൽ പോയി 2 ഷർട്ടിലും ചളിയാക്കിയിട്ട് വന്നേക്കുക. എന്നും തിരുമ്പി അതിൻ്റെ ഇപ്പോൾ ഇതാ പോക്കറ്റിൻ്റെ അതൊക്കെ തുന്നലൊക്കെ വിട്ടുവിട്ടാ. അപ്പോൾ അതൊക്കെ നാശമാവുക. അപ്പോൾ എന്നും തിരുമ്പായി ചെക്ക ഇങ്ങനെ ചളിയാക്കിയിട്ട് വരികയാണേ. അപ്പോൾ ഞാൻ ചീത്തൊക്കെ പറയട്ടെ, നീ എന്താ മദ്രസയിൽ പോയി കാണിക്കണേ, എന്ത് വെള്ള ഷർട്ടിൽ ഇങ്ങനെ ചളിയാക്കണമെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വരും. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ കാണാം കേട്ടോ, അവൻ്റെ യൂണിഫോമിൽ തന്നെ ഇഷ്ടം പോലെ ചളി ഉണ്ടാവും. അപ്പോൾ ഒക്കെ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ ഇട്ട് പോവുക വെച്ചെങ്കിൽ സ്കൂൾ തുറന്നുള്ള വിശേഷങ്ങളും ഒക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി വെയിലൊക്കെ ഒന്നുണ്ട്, ഇടയ്ക്കിടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തുവിട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരികയാണേ, നെറ്റ് ഓണായ കാരണം ഇങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് സ്കൂളിൽ കുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ടീച്ചർമാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സൗണ്ട് വരിക, അതാണ് ഞാൻ സൗണ്ട് ഇടയ്ക്ക് മുറിഞ്ഞു പോണത്, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, തിരുമ്പൽ കഴിഞ്ഞു, തോരിടലും മുറ്റടിക്കലും അതിൻ്റെ ഒപ്പം തിരുമ്പണേൻ്റെ ഒപ്പം ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് മീൻ നന്നാക്കാൻ ഇരിക്കട്ടോ. മീൻ നന്നാക്കുമ്പോൾ ചെതമ്പലൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചാളെ, പക്ഷേ ചെതമ്പലൊന്നും കളയാനൊന്നും ഇല്ല. ഈ പരുന്നീരൊക്കെ ഇല്ലേ, എന്താ പരുന്നീര് എന്നല്ലേ പറയുക, ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ മീനിൽ. അപ്പോൾ അതൊക്കെ ഇന്ന് നന്നാക്കുക. അപ്പോൾ ഒന്ന് മീൻ നന്നാക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ, കുറേ ഇങ്ങനെ ചെതമ്പൽ കളയാനൊന്നുമില്ല. അപ്പോൾ മദ്രസയിലേക്ക് കുട്ടികൾ 2 പോയത് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇക്കാട് കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ അവരൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചോള വെച്ചെങ്കിലോ എത്ര പൂച്ചോളാന്നറിയാം, മീൻ നന്നാക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്
കുറേ എണ്ണുണ്ട്. അപ്പോൾ തല ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക, ഇങ്ങനെ കരച്ചിലാണേ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു തൊഴിലില്ല. അപ്പോൾ ഞാൻ ഓരോ തല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പാവല്ലേ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ മീൻ നന്നാക്കുമ്പോൾ കാലത്ത് പുട്ടുണ്ടാക്കിയത് കഴിക്കാണ്ടാണ് ഫൈസി പോയത്, അവന് വേണ്ട. അപ്പോൾ വന്നപ്പോൾ അത് വിശക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മീൻ നന്നാക്കാനും ഇപ്പോൾ തൊഴിലില്ലാണ്ടായി. അപ്പോൾ വെപ്രാളത്തിലുള്ള മീൻ നന്നാക്കലായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇക്ക വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത്. ഇക്ക വന്നിരുന്നിട്ട് ഓരോന്നൊക്കെ പറയുക. എന്താ കൈയൊക്കെ ഒന്ന് എന്താ വെച്ചെങ്കിൽ ഇക്കാക്ക് ചൂട് വന്നിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ ഇങ്ങനെ പോയിട്ട് കൈമൊക്കെ ചൂടായിരുന്നു. അപ്പോൾ കൈമത്ത് തൊലിയൊക്കെ പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോയിക്കൂടെ, സ്കിന്നിൻ്റെ ഡോക്ടറിനെ ഒന്ന് പോയി കണ്ടുകൂടെ, എന്തെങ്കിലും ലോഷനൊക്കെ ഉണ്ടെങ്കിൽ അത് തേച്ചാൽ മാറും. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു അത്രേ, വാസലില്ലേ അത് തേച്ച് കഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ തേച്ചിട്ട് ഒഴിയുക എന്നിട്ടാൾ. അപ്പോൾ ഇനി വടക്കാഞ്ചേരിക്ക് ഒന്ന് പോകണം, കുട്ടികൾക്ക് നോട്ട് ബുക്കൊക്കെ മേടിക്കണ്ടേ, അപ്പോൾ അതിനൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ പറയാം. അപ്പോൾ പിള്ളേർക്ക് എന്താ കിരീ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്, അമ്മച്ചി വിശക്കണം അമ്മച്ചി എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടാളും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. വിശന്നപ്പോൾ അപ്പടി തിന്നുട്ടാ, തുടച്ച് വൃത്തിയാക്കിയിട്ട് രണ്ടാളും കഴിച്ചു പുട്ട്. അപ്പോൾ അങ്ങനെ വിശന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കൊടുത്താൽ തിന്നും. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അവർക്ക് പിന്നെ വിശക്കൊന്നുമില്ല, കുറേ കഴിഞ്ഞിട്ട് ഇനി ചോറൊക്കെ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പം ഇനി കൂട്ടാനൊക്കെ ഏതാണ്ട് ആയി. മീൻ കൂട്ടാൻ നാളികേരപ്പാലൊക്കെ ഇട്ടിട്ട് വെച്ചു ഞാനിട്ടാ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. ഉപ്പാക്ക് ഇനി കൂട്ടാനും മീൻ പൊരിച്ചത് ഉപ്പേരിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് ഉച്ച സമയമായി. സത്യം പറഞ്ഞാൽ വർത്താനം പറയാനായിട്ട് കിട്ടണില്ല കേട്ടോ. ഒരുപാട് ഇന്ന് ലോങ് കൂടിയെന്ന് തോന്നണ്. ഭയങ്കര വീഡിയോ ലോങ് ഒന്ന് കഴിയണമില്ല. പറഞ്ഞിട്ട് അച്ഛൻ്റെ തൊണ്ട വായ കടഞ്ഞു തുടങ്ങിയിട്ടാണ്. അപ്പോൾ വീഡിയോ കഴിയണില്ല, എന്ന് ഇത്തിരി ലെങ്ത്ത് കൂടുതലായിട്ടാ. അപ്പോൾ ഉച്ചവരത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്കുള്ള മീൻ പൊരിച്ചതും, ഉപ്പ അധികം ചാറ് കൂട്ടില്ല, മീൻ ചാറൊക്കെ ലേശം കൂട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ കൂട്ടാനും ഇത്തിരി ഉപ്പേരിയും മീൻ പൊരിച്ചതൊക്കെ ആദ്യം ഞാൻ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഇപ്പോൾ നന്നായി മീൻ പൊരിച്ചതൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ തറവാട്ടിലെല്ലാം നന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ മീൻ പൊരിച്ചതൊക്കെ കുറവാണ് ഇപ്പോൾ കഴിക്കണത്. ഒരെണ്ണം ഒക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഉപ്പാക്ക് പറയും കൊളസ്ട്രോൾ ഉണ്ട് ഉപ്പാക്ക്. അപ്പോൾ അത് കാരണം വറവ് സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ചു. അതാണ് ഇപ്പോൾ മീൻ പൊരിച്ചതൊക്കെ കുറേശ്ശെ മതി പറഞ്ഞിപ്പ. അപ്പോൾ ഉപ്പേരിയൊക്കെ ആയി. ഉണ്ണിമുളകും കൊണ്ട് ഞാൻ പറഞ്ഞു ഉപ്പാക്ക് കൊണ്ടുകൊടുക്കുക പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തുട്ടാ. അപ്പോൾ ഉപ്പേരി ഭയങ്കര ഇഷ്ടമായിരിക്കണം കുട്ടികൾക്ക്. അപ്പോൾ ഉമ്മച്ചി ഉപ്പേരി തരുമോ ലേശം. അപ്പോൾ ഞാൻ ഊതിയിട്ട് ഞാൻ വായിൽ വെച്ച് കൊടുക്കുകയാണേ. കുഞ്ഞോളം മുറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പിന്നെ നമുക്ക് പബ്ലിക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവളതിനെ അധികം കാണിക്കാത്തിട്ടാ. അപ്പോൾ കുട്ടികളെ കാണിച്ചാലും കമൻറ്റ് ബോക്സ് ഓഫ് ആവുക. അപ്പോൾ അതൊക്കെയാണ് കമൻറ്റ് ബോക്സ് ഓഫ് ആവണത്. അല്ലാണ്ട് ഞാൻ ഓഫ് ചെയ്യണതല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓൺ ആച്ചിങ്ങ് നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ടോളെ കേട്ടോ. അപ്പോൾ ഇക്കതാ ബുക്കൊക്കെ മേടിച്ച് വന്നു. ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. ഇത്ര നേരം വൈകിട്ടായിട്ടാണ് വന്നത്. അപ്പോൾ ഈച്ചയുടെ ശല്യം കൊതുക് കടിക്കാൻ പാടില്ല, ഈച്ച കുത്താൻ പാടില്ല, ഒന്നും പാടില്ല. അതുപോലെ പൈസയ്ക്ക് അതാട്ടാ, കൊതുക് കുത്താനൊന്നും പാടില്ല. എന്താ ചെയ്യുക. അപ്പോൾ ഈച്ച പൂവുള്ള സാധനമൊക്കെ മേടിച്ച് കൊടുന്ന് ഒക്കെ അടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ബുക്കൊക്കെ മേടിച്ചു, നല്ല ബുക്കാണ് കേട്ടോ, അടിപൊളി ബുക്ക്. ഇതൊക്കെ ചട്ടടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അങ്ങനെയൊക്കെ ഈച്ച പൂവാനുള്ള മരുന്നൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറയും ഞാൻ അടിക്കട്ടെ ഉപ്പച്ചി എനിക്ക് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും എന്താ സന്തോഷം വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.